ശബരിമല മകരവിളക്കിന്റെ ദർശന പുണ്യം നേടി ഭക്തലക്ഷങ്ങൾ. പുന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചപ്പോൾ ശബരിമല ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. 2 ലക്ഷത്തിലേറെ പേർ ഇന്ന് സന്നിധാനത്തെത്തി എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണക്ക്. വൈകിട്ട് 6:20 സന്നിധാനത്തെത്തിയ തിരുവാഭരണ ഘോഷയാത്ര ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മല കയറിയെത്തിയ ഓരോ അയ്യപ്പ ഭക്തന്റെയും മനസ്സ് നിറച്ച് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചു. ശരണം വിളികളാൽ നിറഞ്ഞ് ശബരിമലയും സന്നിധാനവും. മകരവിളക്കിന്റെ ദർശന പുണ്യം ഹൃദയത്തിൽ ആവാഹിച്ച് ഭക്തലക്ഷങ്ങൾ. വൈകിട്ട് 6:20 അയ്യന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി തിങ്കളാഴ്ച പന്തളത്ത് നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. ദേവസ്വം മന്ത്രി VM വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ ഘോഷയാത്രയെ സ്വീകരിച്ചു. തിരുവാഭരണം ചാർത്തി 6:40 ദീപാരാധന. കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതിയുടെ ശോഭ. പിന്നാലെ മകരജ്യോതി തെളിയിച്ചു. ശരണമന്ത്രങ്ങളുടെ ആത്മസായുജ്യവുമായി തീർത്ഥാടകർ ഇനി മലയിറങ്ങും. തിരുവാഭരണം ചാർത്തി 17-ാം തീയതി വരെ അയ്യപ്പനെ ദർശിക്കാം. 18-ാം തീയതി വരെയാണ് നെയ്യഭിഷേകം. രണ്ട് ലക്ഷത്തിലധികം ഭക്തരാണ് ഇന്നും സന്നിധാനത്തും ശബരിമലയിലും മകരവിളക്ക് കണ്ടത്. പാണ്ടിത്താവളത്തും പുല്ലുമേടും ഉൾപ്പെടെ മറ്റിടങ്ങളിലും മകരവിളക്ക് ദർശനത്തിന് ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പോലീസിന് പുറമെ NDRF അടക്കമുള്ള സേനകളെയും സന്നിധാനത്ത് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 35,000 ഭക്തരെ മാത്രമാണ് ഇന്ന് പ്രവേശിപ്പിച്ചത്. കാനനപാതകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നാളെയും 50,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് വെർച്വൽ ബുക്കിംഗ് മുഖേന പ്രവേശനത്തിന് അനുമതി. മലയിറങ്ങുന്ന ഭക്തർക്കായി 1000 KSRTC ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, സന്നിധാനം.